സതീശൻ മുഖ്യമന്ത്രിയായില്ലെങ്കിൽ കേരളം സ്തംഭിക്കും എന്ന് പറഞ്ഞ് രംഗത്തിറങ്ങുന്നു. ജമാഅത്ത് ഇസ്ലാമി വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കിയില്ലെങ്കിൽ നാട് സ്തംഭിപ്പിക്കും എന്ന് വെല്ലുവിളിക്കുന്നു. മീഡിയ വൺ ആ ക്യാമ്പയിൻ ഏറ്റെടുക്കുന്നു. കേരള ഹൗസിലെത്തിയ വി.ഡി. സതീശനെ സ്വീകരിക്കാനെത്തിയത് ഡൽഹിയിലെ MSFകാരാണ്, മുസ്ലിം ലീഗ് പ്രവർത്തകരാണ്. സാജൻ തനി വർഗീയവാദിയാണെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ചാനലിലൂടെ നമ്മളൊക്കെ കണ്ടതാണ്. അദ്ദേഹം ഇല്ലാത്തത് ആരോപിച്ചതിന് അദ്ദേഹത്തിന് ചിലരൊക്കെ സമ്മാനം കൊടുത്തതും നമ്മൾ കണ്ടതാണ്. വി.ഡി. സതീശനെ സപ്പോർട്ട് ചെയ്തതിന് മുസ്ലിം ലീഗിനെയും സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുന്ന മുസ്ലിം നാമധാരികളായിട്ടുള്ള സൈബർ പ്രവർത്തകരെയും അത്രക്കും മോശക്കാരാക്കിയിട്ടാണ് ഈ സാജൻ സക്കറിയ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഈ സാജൻ സക്കറിയയുടെ ആ പരാമർശങ്ങൾ മുഴുവനായിട്ടും കാണാം. മുസ്ലിം ലീഗ് പ്രവർത്തകരാണ്. അവർ ആവേശത്തോടെ വി.ഡി. സതീശനെ സ്വീകരിക്കുന്നു. വി.ഡി. സതീശന് തൊട്ടു പിന്നാലത്തെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനെ അവർ കൂവി വിളിക്കുന്നു. സണ്ണി ജോസഫിനെ അപമാനിക്കുന്നു. സണ്ണി വക്കീലൊരു ചെറിയ പുഞ്ചിരിയോടെ കടന്നുപോയി. ഇത് ഗുരുതരമായ അപകടാവസ്ഥയാണ്. കോൺഗ്രസ് പാർട്ടിയുടെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് ഇസ്ലാമിക ആൾക്കൂട്ടമാണോ, ഇനി അഥവാ ഘടകകക്ഷിയായ മുസ്ലിം ലീഗാണോ? ഇത് തീർച്ചയായും അപകടം പിടിച്ച പ്രവണതയാണ്. സതീശൻ അറിഞ്ഞുകൊണ്ടാണ് ഈ പണിക്ക് കൂട്ടുനിൽക്കുന്നതെങ്കിൽ ഒരു സംശയവും വേണ്ട, സ്വയം കുഴി തോണ്ടുകയാണ്. ഇപ്പോൾ ആവേശത്തിന് സോഷ്യൽ മീഡിയയിലെ ക്യാമ്പയിൻ കണ്ട് ആവേശം കൊണ്ട് പലരും സതീശനൊപ്പം നിൽക്കുന്നുണ്ടാവും. ആ ആവേശക്കാർക്ക് പിന്നീട് കാര്യം പിടികിട്ടും. ഈ പ്രചരണത്തിന്റെ പിന്നിൽ എന്തൊക്കെയോ ഗൂഢാലോചനയുണ്ട് എന്ന് സംശയിച്ചാൽ എങ്ങനെ കുറ്റം പറയാൻ കഴിയും? തീവ്ര ഇസ്ലാമിക ചിന്താഗതിക്കാരുടെ അടിമകൾക്ക്, എന്തിനേറെ രാജ്മോഹൻ ഉണ്ണിത്താനെ പോലെ മുസ്ലിം ലീഗിന്റെ അടിമകൾക്ക് അത് കഴിഞ്ഞെന്ന് വരില്ല. എന്നാൽ കുഴൽനാടൻ തന്റെ അന്തസ്, തന്റെ നിലപാട് ഉയർത്തിപ്പിടിച്ചതിൽ എന്താണ് തെറ്റ്? പറയൂ, കുഴൽനാടൻ ചെയ്ത കുറ്റം എന്താണ്? കിട്ടുന്ന നക്കാപ്പിച്ചക്ക് കള്ളത്തരം വിളിച്ചു പറയുന്ന സാജൻ സക്കറിയ ഒന്ന് മനസ്സിലാക്കണം. വി.ഡി. സതീശൻ ഒരു മുസൽമാനല്ല. അദ്ദേഹത്തെ മുസ്ലിം ലീഗ് സപ്പോർട്ട് ചെയ്യുന്നത് മതേതര അടിസ്ഥാനത്തിലാണ്. അദ്ദേഹത്തെ മുസ്ലിം സൈബർ പ്രവർത്തകർ സപ്പോർട്ട് ചെയ്യുന്നത് നല്ലൊരു മതേതര നേതാവായിട്ടാണ്, നല്ല ഒരു രാഷ്ട്രീയ നേതാവായിട്ടാണ്. മുസ്ലിങ്ങൾ മാത്രമല്ല അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നുകൂടി ഈ സാജനൊന്നും മനസ്സിലാക്കിയ നന്ന്. അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന 99% പേരിലും രാഷ്ട്രീയ പ്രവർത്തകരാണ്. ഗ്രൂപ്പില്ലാത്ത നല്ലൊരു രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം എന്ന് കരുതിയിട്ടാണ് അദ്ദേഹത്തെ ഇത്രയും ജനങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ മുസ്ലിം ലീഗുകാരും മുസ്ലിങ്ങളും മാത്രമല്ല എന്ന് ഈ സാജനൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. അഭിപ്രായങ്ങൾ മാന്യമായി എഴുതി അറിയിക്കുക. അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നമസ്കാരം.